കത്തി കൊണ്ട് മുറിക്കാതെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിഡിലൻ വെട്ട് കേക്ക് ഉണ്ടാക്കാം. ഇന്നത്തെ വീഡിയോ അതാണ്. നല്ല ടേസ്റ്റ് ആണെന്ന് മാത്രമല്ല ഒരു പഴയകാല നാടൻ റെസിപ്പിയും കൂടാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറ് എടുക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലെൻഡർ എടുക്കാം. അതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 125 ml ആണ്. അത് മൊത്തം നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 4 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കണം. നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഈ മാവൊന്ന് കുഴയ്ക്കാനും നല്ല എളുപ്പം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ ബ്ലെൻഡറിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കേണ്ടത്. പഞ്ചസാര നമ്മൾ പൊടിച്ചില്ലെങ്കിൽ അതൊരു ബൗളിലിട്ട് മുട്ടയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു വിസ്കോ ഫോർക്കോ കൊണ്ടിട്ട്. പക്ഷേ അതിനേക്കാളും എളുപ്പം എന്ന് പറയുന്നത് ഇതേപോലെ പൊടിച്ചെടുക്കുമ്പോഴാണ്. ഇനി നമുക്ക് 2 മുട്ട വേണം ഇതിലേക്ക്. അപ്പോൾ ഞാൻ മുട്ട വേറൊരു പാത്രത്തിൽ പൊട്ടിച്ചിട്ടിട്ടാണ് കേട്ടോ ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇപ്പം ചിലപ്പം വാങ്ങിക്കുന്ന മുട്ടയൊക്കെ നല്ലതായിട്ട് കിട്ടുന്നില്ല ചിലത്. അതുകൊണ്ട് നമുക്കൊരു സംശയം വേണ്ട, നമുക്കിങ്ങനെ ഒന്ന് ആക്കി നോക്കിയിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിടുമ്പോഴത്തേക്കും ചീഞ്ഞ മുട്ടയാണെങ്കിൽ പൊങ്ങി വരും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴയ്ക്കാൻ പാകത്തിന് നല്ലൊരു പരന്നൊരു ബേസിനെടുക്കാം. അതിലേക്ക് നമ്മൾ ഈ അടിച്ചു വെച്ച കൂട്ടം ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് 2 മുട്ടയുണ്ട്, അരക്കപ്പ് പഞ്ചസാരയുണ്ട്, ഒരു 4 ഏലക്കയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം, പെർമിറ്റഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. കളറിന് പകരം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമില്ല, കളർ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാമേ. ഇനി ഞാനിവിടെ 250 ml കപ്പിൻ്റെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ സ്പൂണ് വെച്ച് കുഴയ്ക്കുമ്പം കയ്യിലൊന്നും ആകത്തുമില്ല, നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ കുഴയ്ക്കും തോറും ഈ മാവ് നല്ല ലൂസായിട്ട് വരും. അപ്പോൾ നമുക്ക് മൈദ ചേർത്ത് കൊടുത്ത് വേണം ഈ ഒരു കൺസിസ്റ്റൻസി നമുക്കൊന്ന് ഒരു പരുവത്തിൽ ഒന്ന് ആക്കിയെടുക്കാനേ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം 1 കപ്പ് മൈദ ചേർത്തെങ്കിലും പിന്നീട് നമ്മൾ കുറച്ചായിട്ട് മൈദ ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിന് കറക്റ്റായിട്ടുള്ളൊരു അളവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു സാലഡിൻ്റെ വീഡിയോ ഇട്ടത് ലൈവായിട്ടാണ് കേട്ടോ. അതിന് താഴെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ലെങ്തി ആയിപ്പോയി വീഡിയോ എന്നൊക്കെ. അപ്പം അതെന്ന് പറഞ്ഞാൽ ഞാൻ ലൈവായിട്ട് വോയിസ് ഇട്ടിട്ട് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ്. എപ്പോഴും നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം വോയിസ് ഓവറാണ് കൊടുക്കാറ് പതിവ്. അന്നെന്ന് വെച്ചാൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനൊന്നും സമയമില്ലായിരുന്നു, എഡിറ്റ് ചെയ്യാനും ഒന്നും സമയമില്ലായിരുന്നു, ഒത്തിരി പണികൾ വേറെ ഉണ്ടായിരുന്നേ. അതുകൊണ്ടാണ് ലൈവ് എങ്കിൽ വോയിസും കൂടെ ഇട്ട് പോയാൽ നമുക്ക് എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കിയത് കേട്ടോ. ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോസൊക്കെ ഇനി വരുന്ന വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ കുറേ ശ്രദ്ധിക്കാമേ. ഇനി നമുക്ക് ഈ ഒരു മാവ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇപ്പോഴും നമ്മൾ സ്പൂൺ എടുത്താൽ മതി, ഇപ്പോൾ കൈകൊണ്ട് തൽക്കാലം എടുക്കണമെന്നില്ല. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മൾ നേരത്തെ എടുത്തതിനേക്കാളും ആ ഒരു മാവ് കുറച്ചും കൂടി കട്ടിയായി വരുന്നുണ്ട്. ഇനിയും നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും റവ ചേർത്ത് വെക്കുന്നതുകൊണ്ട് ആ മാവ് ഒരു കട്ടിയായിട്ട് വരാറുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ചേർക്കുമ്പം ഈ ഒരു കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ആ ഒരു മാവിനും നല്ലൊരു ടെക്സ്ചറാണ് കിട്ടുന്നത്. ഇനി ഇതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഈ മാവ് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് സ്പൂൺ അങ്ങ് മാറ്റിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ എന്തായാലും മാവ് കുറച്ചും കൂടി ലൂസായിട്ടിരിക്കുന്ന പോലെ തന്നെ തോന്നും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് നോക്കുമ്പം നല്ലൊരു ചെറുതായിട്ടൊന്ന് കട്ടിയായതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചേക്കാം. അങ്ങനെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാവ് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. കൈയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് മുമ്പ് ഞാൻ ഈ മാവിന് മുകളിലേക്ക് അതൊന്ന് വരണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഇച്ചിരി നെയ്യൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയേ. ഇനി നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് വേണം ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മുടെ വലിയ വെട്ടുകേക്കല്ല, ചെറിയ ടൈപ്പ് വെട്ടുകേക്കാണ്.
അപ്പം ഞാനിവിടെ ചീനിച്ചട്ടി വെച്ച് എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളമയമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. നീളത്തിലിങ്ങനെ കൈകൊണ്ടൊന്ന് നീട്ടി ഷേപ്പാക്കി എടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ഉരുണ്ടകളാക്കിയിട്ട് നമുക്ക് ആ ഒരു തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാമേ. വെള്ളമയമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം അവരവർ എന്ത് എണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. അപ്പം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. തീ ഇപ്പം ഞാൻ മീഡിയത്തിൽ വെച്ചേക്കുവാണ്. മുട്ടയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മൊരിഞ്ഞു പോവും. പുറം ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഡാർക്കായി പോവേ. അപ്പം ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇട്ടപ്പം ചെറിയ ബോൾസായിട്ടാണ് ഇട്ടത്. പക്ഷേ അത് കുറച്ചങ്ങ് വലുതായിപ്പോയി. ഇത്രയും വലിപ്പം അല്ലായിരുന്നു കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതിനേക്കാളും കുഞ്ഞതായിരുന്നേ. അപ്പോൾ അതിൽ ചിലതൊക്കെ ഒരു ഇങ്ങനെ മുകൾ ഭാഗം പൂ പോലെ ചെറുതായിട്ട് ഇങ്ങനെ വിടർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തതിന് ശേഷം അടുത്ത ഒരു ബാച്ച് ചേർത്ത് കൊടുക്കാം. തിരിച്ചു മറിച്ചു വിട്ട് മീഡിയത്തിൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങ് മുരിഞ്ഞ് മൂത്ത് പോകും. അപ്പോൾ ഈ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം സ്പേസും ഉണ്ട് അതിന് നന്നായിട്ട് മൊരിഞ്ഞ് വരാനൊക്കെ. അതിൻ്റെ പുറം ഭാഗം, അതായത് മുകൾ ഭാഗം പൂ പോലെ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലേക്കടെ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രം ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടണേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.